വചനമൊഴി ശ്ലീഹാകാലം 5-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 7:1-6, ജെറമ്യ 11:18-23, 2 കൊരിന്തോസ് 4:7-18, മത്തായിയുടെ സുവിശേഷം 10:16-33. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കുറിച്ചും അയക്കപ്പെടുന്നവരെ കുറിച്ചും അവരുടെ ദൗത്യത്തെയും തങ്ങളുടെ ശുശ്രൂഷയിൽ അവർക്കുണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ചുമെല്ലാം ശ്ലീഹാകാലത്തെ ഓരോ ഞായറാഴ്ചയും തിരുവചന ഭാഗങ്ങളിലൂടെ നാം ധ്യാനിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ഈശോ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയക്കുന്ന കാര്യമാണ് വിവരിക്കുന്നത്. ആ അധ്യായത്തിന്റെ 2-ാം ഭാഗത്തു നിന്നുമുള്ളതാണ് ഇന്നത്തെ സുവിശേഷം. അയക്കപ്പെടുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ എപ്രകാരം പ്രവർത്തിക്കണമെന്നുമാണ് ഈശോ പറയുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ വചനം പ്രഘോഷിക്കുക, നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക. 2 തിമോത്തി 4:3. ഏതു സാഹചര്യത്തിലും സധൈര്യം വചനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് അയക്കപ്പെടുന്നവർ എന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പ്രബോധിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് കർത്താവിന് വേണ്ടി ഫറവോയുടെ അടുത്തേക്ക് മോശയെ അയക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനതകളുടെ നേരെ ചെന്നായ്ക്കളെ പോലെ പെരുമാറിയിരുന്ന ഫറവോയുടെ പക്കലേക്ക് മോശയെ അയക്കുകയാണ്. ഫറവോയുടെ അടുത്ത് ദൈവത്തെ പോലെയാണ് മോശ അയക്കപ്പെടുന്നത്. മോശ സംസാരിക്കേണ്ടത് കർത്താവ് കൽപ്പിക്കുന്നതാണ്. ഫറവോ കഠിനചിത്തനാകുമ്പോഴും മോശയും അഹ്റോനും ഫറവോയോട് സംസാരിക്കണം. അയക്കപ്പെടുന്നവൻ സധൈര്യം കർത്താവിന്റെ വചനം പ്രഘോഷിക്കണം, കർത്താവിൽ ആശ്രയിച്ച് പ്രവർത്തിക്കണം. ജെറമ്യ പ്രവാചകൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരുടെ പക്കലേക്ക് കർത്താവിന്റെ വചനവുമായി പോകുന്നതിനെ കുറിച്ചാണ് 2-ാമത്തെ വായന. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ചെന്നായ്ക്കളുടെ പക്കലേക്ക് അയക്കപ്പെടുന്ന കുഞ്ഞാടുകൾ പോലെയായിരുന്ന ജെറമ്യ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് തന്റെ ദൗത്യം തുടരുകയും പൂർത്തിയാക്കുകയുമാണ് ചെയ്യുന്നത്. ജനതയുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയും അവരുടെ ഇടയിലേക്ക് അയക്കപ്പെടുകയും ചെയ്ത പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് നാം ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം. ദൈവകൃപയാൽ തങ്ങൾക്ക് ലഭിച്ച ശുശ്രൂഷയിൽ പീഡനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഭഗ്നാശരാകാതെ പരമശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി മിശിഹായെ പ്രഘോഷിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുന്ന പൗലോസ്ലീഹായുടെ സാക്ഷ്യമാണ് ലേഖനത്തിന്റെ ഉള്ളടക്കം. തങ്ങളുടെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, വിഷമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എന്നെല്ലാം ശ്ലീഹ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളിടയിൽ കഴിയുന്ന കുഞ്ഞാടുകളെ പോലെയാണ് ശ്ലീഹ ആയിരിക്കുന്നത്. തങ്ങളുടെ മർത്യശരീരത്തിൽ മിശിഹായുടെ ജീവൻ പ്രത്യക്ഷപ്പെടുന്നതിനാണ് സഹനത്തിൽ പങ്കാളികളാകുന്നത് എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായെ പ്രതി പ്രതികൂല സാഹചര്യങ്ങളിൽ സധൈര്യം സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നതിൽ പൗലോസ്ലീഹ അഭിമാനിക്കുന്നു. ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിനെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുൻപിലേക്ക് നയിക്കപ്പെടുമ്പോൾ
എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ അരൂപി സംസാരിക്കുമെന്ന് ഈശോ സ്ലീഹന്മാരെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ മുൻപിൽ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം എന്ന് തിരുവചനം പറയുന്നു. അരൂപിയുടെ സ്വരം ശ്രവിച്ചു വേണം അയക്കപ്പെടുന്നവർ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ. നിഷ്കളങ്കതയും വിവേകവുമാണ് ഈശോ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാനാണ് സഭാ സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നതും ഈ ലോകത്തിൽ ആയിരിക്കുന്നതും. സഭയുടെ മക്കൾ എന്ന നിലയിൽ ഓരോ വിശ്വാസിയും, അതിനേക്കാൾ അധികമായി ഓരോ സമർപ്പിതനും സമർപ്പിതയും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും സത്യ സുവിശേഷം പ്രഘോഷിക്കുവാനും കടപ്പെട്ടവരാണ്. ഇന്നും പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന ചെന്നായ്ക്കളുടെ മധ്യേ കുഞ്ഞാടുകൾ എന്ന പോലെ ആയിരിക്കും ആധുനിക ലോകത്തിൽ വിശ്വാസ പ്രഘോഷകരും. സഭയിലും സഭയ്ക്ക് ചുറ്റും പല വിധത്തിലുള്ള പീഡനങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അബദ്ധ പ്രബോധനങ്ങൾ കൊണ്ട് സത്യത്തെ വളച്ചൊടിക്കുന്നവർ, ബോധപൂർവം സഭയെയും സഭാവിശ്വാസത്തെയും തകർക്കാൻ പരിശ്രമിക്കുന്നവർ, തിന്മയുടെ ശക്തികളായി പ്രവർത്തിക്കുന്നവർ. മിഷൻ പ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മിശിഹായെ തള്ളിപ്പറയുവാനുള്ള പ്രലോഭനങ്ങൾ വർദ്ധിച്ചു വരുന്നു. സഭയിൽ തന്നെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകലുന്നവരും നിസ്സംഗതരായി മാറുന്നവരുമുണ്ട്. ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം ഭഗ്നാശരാകാതെ കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും സധൈര്യം സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനും സഭയ്ക്കും വിശ്വാസികൾക്കും സാധ്യമാകണം. അതാണ് അയക്കപ്പെട്ടവന്റെ ദൗത്യം. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് പോലെ പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും വിശ്വസ്തയോടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.